ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഡാനാങ്ങിലുള്ള ബാന ഹിൽസിലേക്കാണ് കേട്ടോ. സാധാരണ വിയറ്റ്നാമിൽ പോകുന്ന എല്ലാവരുടെയും ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും രണ്ട് കൈകൾ താങ്ങി നിർത്തിയേക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു ബ്രിഡ്ജ്. യൂറോപ്യൻ തീംഡ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റിസോർട്ടാണ് ബാന ഹിൽസ്. അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് ആ രണ്ട് പടുകൂറ്റൻ കൈകൾക്കുള്ളിൽ നിൽക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജ്. 6 കിലോമീറ്ററോളം വരുന്ന കേബിൾ കാർ യാത്രയ്ക്കൊടുവിലാണ് കേട്ടോ നമ്മൾ വിയറ്റ്നാം ഒരുക്കിയിട്ടുള്ള ഈ യൂറോപ്യൻ ദൃശ്യ വിരുന്നിലേക്ക് എത്തിച്ചേരുന്നത്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അതിരാവിലെ എത്തിപ്പെട്ടാൽ മാത്രമേ ആൾക്കാരില്ലാണ്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇങ്ങനെ തിരക്കിൽ ഒഴുകി നടക്കേണ്ടി വരും. കേബിൾ കാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഏകദേശം 35 പൗണ്ടോളമാണ് ഒരാൾക്ക് ടിക്കറ്റിന് പ്രൈസ് ആകുന്നത്. അതിനകത്തൊരു ബൊഫെ ഇൻക്ലൂഡഡ് ആണ് ഈ കേബിൾ കാർ ജേർണി. പിന്നെ അകത്ത് ബാന ഹിൽസിൽ എല്ലായിടത്തും നമുക്ക് നടക്കുകയും ചെയ്യാം. ഈ കേബിൾ കാർ ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര സീനിക് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഒരു വണ്ടി ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള കാഴ്ചയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാന ഹിൽസ് കുറച്ചധികം നടന്ന് കാണാനുമായിട്ടുണ്ട് കേട്ടോ ബാന ഹിൽസ്. അപ്പൊ നമ്മൾ ഈ വിയറ്റ്നാം വരെ വന്നിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണാതെ പോയാൽ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാ. എക്സ്പീരിയൻസ് നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നന്നായിരുന്നു, പക്ഷെ കുറച്ച് ഓവർ ഹൈപ്ഡ് ആണെന്ന് ഞാൻ സിൻസിയർ ആയിട്ട് പറയും. അപ്പോൾ ഇനി അങ്ങോട്ട് മുഴുവൻ ആ ഗോൾഡൻ ബ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ ബാന ഹിൽസിന്റെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളാണ് കേട്ടോ കുറെയൊക്കെ. അപ്പോൾ ഇനി കുറച്ചു ദൂരം ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ. ബസ്സല്ല, ട്രെയിൻ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം തോന്നുന്നു. എന്തായാലും നമ്മൾ ഡ്രൈവർ ചേട്ടന്റെ കൂടെ തന്നെ കയറി സീറ്റ് പിടിച്ചു. അതാകുമ്പോൾ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ അങ്ങോട്ട് പകർത്തിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ഗോൾഡൻ ബ്രിഡ്ജിന്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് വിയറ്റ്നാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പടുകൂറ്റൻ കൈകൾ താങ്ങി പിടിച്ചിരിക്കുന്ന ആ ഗോൾഡൻ ബ്രിഡ്ജിന്റെ ഒരു ഡ്രോൺ ഷോട്ട്. വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബ്രിഡ്ജിലൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്ത്. നമ്മുടെ ബ്രിഡ്ജിന്റെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. ഈ ബ്രിഡ്ജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ നല്ല ക്യൂ ആണ് കേട്ടോ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു മാപ്പൊക്കെ കിട്ടും കേട്ടോ. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കേബിൾ കാറിൻ്റെ അകത്തൊരു മാപ്പ് ഉണ്ടാവും ഈ ഫുൾ ബാന ഹിൽസിൻ്റെ. ഇല്ലെങ്കിൽ നമ്മളിവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ലോസ്റ്റ് ആയി പോകും. അത്ര ഒരു വിസ്തരിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് എന്തായാലും ഒരു മാപ്പ് വേണം ഇതിനകത്തൂടെ എന്തൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നടക്കാനായിട്ട് കേട്ടോ.
ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് മെയ്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. 2 സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിച്ചിട്ട് നല്ല മതിൽ പോലെ ഹൈറ്റിൽ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് ഒരു പസില് പോലെ നടന്ന് എൻഡിലെത്തി കണ്ടുപിടിക്കുക എന്നുള്ള. പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ഉച്ചയ്ക്കത്തെ ബഫെ തുടങ്ങുന്ന പറഞ്ഞത്. എന്തായാലും ഓടിക്കഴിച്ച് വന്ന് നമ്മൾ ബഫറ്റ് നടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അതുപോലെ നമ്മുടെ ഫേസ് ഒക്കെ സ്കാൻ ചെയ്താൽ മാത്രമേ നമ്മളെ ഫുഡ് കഴിക്കാൻ കയറ്റി വിടൂ. അതാണ് നമ്മൾ താഴെ എടുത്ത ടിക്കറ്റിന്റെ ബലം. താങ്ക് യു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ഒരു അതിപ്രസരം കാരണം എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ജാതി നടക്കാൻ വയ്യാണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇവർ ഈ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു വില്ലേജ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മലയ്ക്ക് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും യൂറോപ്പിൽ വന്നോ എന്ന് തന്നെ ഒരു തോന്നൽ വന്നു പോകും. അപ്പോൾ നമുക്ക് കയറിയപ്പോൾ തന്നെ 2 ഫ്രീ ബിയറിൻ്റെ ടിക്കറ്റ് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ 2 ഫ്രീ ബിയർ അല്ലെങ്കിൽ ഫുഡ് ഐറ്റം എന്തെങ്കിലും വാങ്ങിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് ആ ബിയർ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബിയർ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബിയർ ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് പല ഫ്ലോറുകളിലായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രോസസ്സൊക്കെ നമുക്ക് ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും. അതിനായിട്ട് അവരെടുത്തേക്കുന്ന ബാർലിയുടെയും ബീറ്റിൻ്റെയും ഒക്കെ പല സാമ്പിൾസ് ഒക്കെ പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോരുത്തരും അതൊക്കെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കിട്ടിയ ടിക്കറ്റുമായിട്ട് പോയി ഞാൻ ചിപ്സ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ച്. ഒന്നാമത് വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു, പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ച് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് അതും കൂടെ അങ്ങോട്ട് വാങ്ങിച്ച് തിന്നേക്കാമെന്ന് വിചാരിച്ച്. ഫൈനലായിട്ട് ചിപ്സൊക്കെ ഇനി ആർക്കും കൂടിപ്പോയി കുറഞ്ഞു എന്നുള്ള പരാതിയൊന്നും വരാതിരിക്കാനായിരിക്കും ചേട്ടൻ എല്ലാവർക്കും അളന്ന് തൂക്കിയൊക്കെയാണ് കേട്ടോ തന്നത്. റിട്ടേൺ കേബിൾ കാർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചങ്ങ് താഴേക്ക് ഇറങ്ങി പോയപ്പം ഫുള്ള് കോട കയറി കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് നമ്മൾ ഈ മേഘത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുക്കോക്കിൽ പോയ കേബിൾ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഫുള്ള് കടലിൻ്റെ മേളിൽ കൂടെ ഉള്ള ട്രിപ്പ് ആയിരുന്നുകൊണ്ട് അത് വേറൊരു അടിപൊളി എക്സ്പീരിയൻസ്. ഇത് വേറൊരു അടിപൊളി എക്സ്പീരിയൻസ്. കുറേ അടിപൊളി എന്ന് പറഞ്ഞു എന്നറിയാം, എന്നാലും ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. അപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നമുക്ക് ചില സമയത്തൊരു ഡൗട്ട് വരും. എന്തായാലും നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടതിനെ കുറിച്ച് നമ്മുടെ മൈൻഡിൽ മിക്സഡ് റിവ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത്ര ഓവർ ഹൈപ്പഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകണമായിരുന്നു എന്ന് ചിലയിടത്ത് തോന്നി, ചില സ്ഥലങ്ങളിൽ തോന്നി കുറച്ചും കൂടെ ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു
തോന്നണമായിരുന്നു, ആളുകളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങി ചെല്ലണമായിരുന്നു, അവരെങ്ങനെ ജീവിക്കണേന്ന്, അവരുടെ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ തോന്നി. കുറേയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, എന്നാലും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള എക്സ്പീരിയൻസ് വേണമായിരുന്നു തോന്നി. അപ്പോൾ കേബിൾ കാർ കോടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ കയറിപ്പോയപ്പോൾ കണ്ട അതേ വ്യൂ കേട്ടോ, ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഇനിയും കുറേ വിയറ്റ്നാം വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.